അവൻ വേണേൽ നടന്ന് ആ മുക്കി സാറിന് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് പറയും. അപ്പോഴാണ് സാറും അത്രയ്ക്ക് സ്പീഡ് കുറവായിട്ടാണോ ഞാൻ പോകുന്നതെന്ന് ഇവന്റെ കൂടെ സംസാരിച്ചുകൊണ്ടേ പോയിക്കൊണ്ടിരിക്കും. അതേസമയം ഹൈക്കിംഗ് എന്ന സ്ഥലത്ത് ക്ലാസ് ലീഡറാണ് അവിടുത്തെ കേബിളിൽ കയറി നൈസിനങ്ങ് പോകാന്ന് പറയുമ്പം സാറ് നടക്കന്റെ പേര് ഹൈക്കിംഗ് എന്ന് പറഞ്ഞ് അവന് മിണ്ടാതെ വരാൻ പറയും. അപ്പോഴാണ് പെട്ടെന്ന് അവന്റെ ഡയലോഗ് അങ്ങ് മാറ്റും. സാറ് എനിക്കൊന്നും കുഴപ്പമില്ല, പാവം പുറയുന്ന വരുന്നവരൊക്കെ നല്ല ക്ഷീണിച്ചായിരിക്കുന്നത്, അവർക്ക് വേണ്ടി ഒരു ലീഡറായിട്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ, എനിക്കാണോ നടക്കാനൊക്കാത്ത എന്നിട്ട് അവന് ശ്വാസം വിടാ അവിടെ നിന്ന് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കും. ഇത് കണ്ട് സാറും കുറച്ച് സമയം റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞ് ഇവരെയൊക്കെ പിടിച്ച് അവിടെ ഇരുത്തും. ഹൈനീഷയുടെ ഗംഗങ്ങും ബീറ്റയും കൂടെ അവരുടെ കൂട്ടുകാരി സംഡങ്ങിന്റെ കയ്യിൽ നിന്ന് സ്നാക്സ് വാങ്ങിക്കാൻ നോക്കുമ്പം അവളാണ് എല്ലാം ഹങ്ഷുവിന് ഇഷ്ടപ്പെട്ട് മാത്രമേ കൊണ്ടുവന്നുള്ളെന്ന് പറഞ്ഞ് ഇവർക്കാർക്കില്ലെന്നറിയും. അതോടെ ഇവർ രണ്ടുപേരും കൂടാണ് ഇവൾ ഹങ്ഷുയുടെ പുറകെ പോയ പിന്നെ നമ്മൾ വട്ടി നടക്കുമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം സാറ് മലയുടെ മുകളിലേക്ക് ഇവർ വിളിച്ചോണ്ട് വന്നിട്ട് ഇവിടെ നിന്ന് ഇവർ ആഗ്രഹം വിളിച്ചു പോവാണ് ആ നടക്കുമെന്നറിയും. അപ്പോഴാണ് അവരൊക്കെ സാറും കൊച്ചുള്ളവരെ പോലെ ഇവിടേക്ക് വിളിച്ചോണ്ട് വന്നിട്ട് ഞങ്ങളെ ടാക്കുവാണെന്ന് അവരൊക്കെ ചോദിക്കുമ്പം സാറും എന്തായാലും ഇവർ ആഗ്രഹം നടന്നില്ലെങ്കിലും ഇവരുടെ മനസ്സിലുള്ള കാര്യമെങ്കിലും പുറത്ത് കാണിക്കാൻ വേണ്ടി പറയും. അങ്ങനെ അതുകൊണ്ട് ഓരോരുത്തരും ഇങ്ങനെ സംസാരിക്കുമ്പോൾ സംഘങ്ങാണ് ഗംഗങ്ങിനെയും ബീറ്റിയും വിളിച്ചിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അവളും ഇവരെപ്പോഴും ഫ്രണ്ടായിട്ട് തന്നെ ഇരിക്കണം എന്ന് പറയുമ്പം ഇതേക്കുന്ന ബീറ്റയും ഇതൊക്കെ സിമ്പിൾ അല്ലെന്ന് പറഞ്ഞ് അവള് ട്വിസ്റ്റായിട്ടൊരു കാര്യം പറയാന്ന് അവൾക്ക് ഒരാൾ ഇഷ്ടമാണെന്നിങ്ങനെ വിളിച്ചു പോകും. ഇത് കേട്ട് ഇവർ രണ്ടുപേരും കൂടെ അത് ആരാൻ ചോദിക്കുമ്പം അവളും കുറച്ച് ശയ്യായിട്ട് അത് സാറാന്ന് ഇവരോട് പറയും. അങ്ങനെ അതുകൊണ്ട് അവരാണ് സാറ് നിനക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഇവൾ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടെന്നൊക്കെ ചോദിക്കും. അപ്പോഴാണ് അവളും സാറിനെ കാണാൻ ഹാൻസം അല്ലെന്ന് പറഞ്ഞ് ഇവരൊക്കെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. ഇതേ സമയം ഇവിടെ ലൂഷ്യൻ ഹിയെ വിളിച്ചുകൊണ്ടിരുന്നേക്കുന്ന മാക്സ് സാറ് വേറെ എങ്ങോട്ടേക്കും അല്ല ഒരു ലാബിലേക്കാണ്. അങ്ങനെ അവിടെ നടക്കുന്ന സംഭവങ്ങളെ കണ്ട് ലൂഷ്യൻ ഹേ ആണ് സർപ്രൈസ് ആയി ഇത് പൊട്ടിത്തെറിക്കോ സാറേന്ന് പറഞ്ഞ് അവൻ ഓരോന്നും കണ്ട് എക്സൈറ്റ് ആയിരിക്കും. അപ്പോഴാണ് ഇതൊക്കെ കണ്ട് സാറും ഇതൊക്കെ ചെറിയ സിമ്പിൾ കാര്യമില്ലെന്ന് പറഞ്ഞ് ഇനി കാണാൻ കുറെ ഉണ്ടെന്ന് പറയും. കാരണം സാർ ഇവന് പഠിത്തത്തിൽ കുറച്ചെങ്കിലും ഇൻട്രസ്റ്റ് വരാൻ വേണ്ടിയാ ഇങ്ങനത്തെ സ്ഥലത്തേക്ക് വിളിച്ചോണ്ടെന്ന്. അതേപോലെ ഇവിടെ ഷൗമയും മറ്റേ പെങ്കൊച്ചിന്റെ അടുത്തിരുന്ന് അവൻ ഇതിനും എവിടെ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒന്ന് സംസാരിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവളാണ് ഇതൊക്കെ എപ്പോഴും എല്ലാവരും യൂസ് ചെയ്യുന്ന ഡയലോഗാന്ന് പറഞ്ഞ് അവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ട് സംസാരിക്കാൻ വേണ്ടി പോകും. അങ്ങനെ അതോടെ ഇവനാണ് അപ്സെറ്റായി നേരെ യൂഹയുടെ അടുത്തേക്ക് വന്നിട്ട് അവൾക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട് അളിയാന്ന് പറഞ്ഞ് അവൻ തകർന്നു ഇരിക്കുമെന്നറിയാം. ഇത് കേട്ട് യൂഹയും കണ്ടിട്ട് 5 സെക്കൻഡ് പോലും ആയില്ല, അതിനു മുമ്പ് നിനക്ക് ഹാർട്ട് ബ്രേക്ക് ഒക്കെ ആണോന്ന് പറഞ്ഞ് അവനായിട്ട് കളിയായിക്കൊണ്ടിരിക്കും. ഹൈനേഷിയുടെ മാക്സാറും ലൂഷ്യൻ ഹിയോട് ജപ്പാൻ ഇഷ്ടമാണെന്ന് ചോദിക്കുമ്പം അവനാണ് ജപ്പാൻ കൊള്ളാന്ന് പറയും. അപ്പോഴാണ് സാറും അങ്ങേര് ഇതുവരെ ജപ്പാനിൽ പോയിട്ടില്ല, പക്ഷെ കുറെ പേര് ജപ്പാൻ കൊള്ളത്തില്ലെന്നും പറയുന്നുണ്ട്, വേറെ കുറെ പേര് കൊള്ളാന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവർ രണ്ടുപേരും പറയുന്ന സാറ് വിശ്വസിക്കാതെ സാറ് തന്നെ നേരിട്ടെന്ന് അത് ഇഷ്ടപ്പെടുമെന്നില്ലെന്ന് മനസ്സിലാക്കത്തുള്ളൂ എന്ന് പറയുമ്പം ഇവൻ അതേ എക്സാമ്പിൾ യൂസ് ചെയ്ത് ഇവന് പഠിച്ചു നോക്കിയാലേ ഇവന് പഠിത്തത്തിൽ ഇഷ്ടമുണ്ടോ ഇല്ലെന്ന് മനസ്സിലാകത്തുള്ളെന്ന് സാർ അഡ്വൈസ് ചെയ്യും. ഇത് കേട്ട് അടുത്ത സെക്കൻഡിന് അവന് വിശപ്പില്ലെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. അതിനുശേഷം അടുത്ത ദിവസം ക്ലാസ് റൂമിൽ വെച്ച് ഗംഗങ്ങാണ് അവരെടുത്ത് ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് ഇവന്റെ കൊടുത്തിട്ട് ഇതിനകത്ത് അവനുണ്ടെന്ന് അറിഞ്ഞ് ഇവൾ യൂഹിക്ക് വരം ചുമ്മാ ഒരു പടം വരച്ച് വെച്ചേക്കും. അപ്പോഴാണ് അത് കണ്ട അവനും പക്ഷെ ഫോട്ടോയ്ക്കകത്ത് ഇവളില്ലല്ലോ എന്നറിഞ്ഞ് ഇവൾ ഫോട്ടോ എടുത്തോണ്ട് ഇവൾക്ക് നിൽക്കാൻ പറ്റില്ലെന്ന് അറിയും. അങ്ങനെ അവരുണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവനും ഇവൾക്ക് മാത്സ് പഠിക്കാൻ കുറച്ച് ഈസി ആകാൻ വേണ്ടി അവൻ കുറച്ച് ഫോർമുലയൊക്കെ എഴുതി വെച്ചേക്കെന്ന് അറിയും. അങ്ങനെ ആ ബുക്ക് ഇപ്പൊ ഇവളുടെ കൊടുക്കുമ്പം ഇവളാണ് ഷോക്കായിട്ട് ഇവൻ ക്വിസ് കോമ്പറ്റീഷന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതെഴുതാൻ എപ്പോഴും സമയം കിട്ടുകയും ചെയ്യും. അപ്പോഴാണ് അവനും അത് ഫ്രീ സമയത്ത് ഇവൾക്ക് വേണ്ടി എഴുതിയതാ, അല്ലാതെ വല്ല കഷ്ടപ്പാടൊന്നുമില്ലെന്ന് പറഞ്ഞ് അവൻ ഇവളോട് കുറെ കെയറിങ് കാണിക്കുന്നുണ്ട്. അവളും മൊത്തത്തിൽ വീഴുന്നതും. ഇതേ സമയം ലൂഷ്യൻ ഹേയും മാക്സ് സാറ് വിളിച്ചുകൊണ്ടുപോയ സ്ഥലത്ത് അവൻ എക്സ്പെരിമെന്റ് ഒത്തിരി ഇഷ്ടപ്പെട്ടു കാണും. അതുകൊണ്ട് അവൻ ആ ബുക്കൊക്കെ വായിച്ചു നോക്കിയിട്ട് അവസാനം ഒന്നും മനസ്സിലാവാതെ നേരെ പാൻ സാറിനെ കണ്ട് ഈ കെമിസ്ട്രി ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ സാറെന്ന് പറഞ്ഞ് അവന് സംശയം ചോദിക്കാൻ വേണ്ടി പോകും. അതിനുശേഷം അടുത്ത ദിവസമാണ് ഇവിടെ യൂഹയ്ക്ക് ഇന്നലെ തണുപ്പത്തിരുന്ന് അവൻ പഠിച്ചുകൊണ്ട് അവന് പനി പിടിക്കും. അതുകൊണ്ട് അവന്റെ അമ്മയും ഇന്നലെ ജനാല ക്ലോസ് ചെയ്യാൻ മറന്നുപോയെന്നറിഞ്ഞ് ഇവന് നല്ല പനിയാന്നറിഞ്ഞ് ഇന്ന് സ്കൂളിൽ പോകണ്ടെന്നറിയും. അതേസമയം ഇവിടെ ക്ലാസ്സിൽ വെച്ച് ബീറ്റയാണ് എല്ലാവരുടെയും ലക്ക് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇന്ന് ഗംഗങ്ങിന് അവൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തി ഇവളെ ചുറ്റി ചുറ്റി വരും എന്നറിഞ്ഞ് അവൾക്ക് ലക്കി ഡേ ആന്നറിയും. ഇത് കേട്ട് അടുത്തിരുന്ന അവളുടെ കൂട്ടുകാരിയും എങ്കിൽ പിന്നെ എനിക്കും കൂടെ ലക്ക് വേണമെന്നറിഞ്ഞ് ഇവളായിട്ട് വരച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ഗംഗങ്ങ് ഭയങ്കര സന്തോഷത്തി. അങ്ങനെയാണ് ഇന്ന് യൂഹയെ അടുത്തേക്ക് വന്നിട്ട് കുറെ റൊമാൻറ്റിക് ആയിട്ടൊക്കെ സംസാരിക്കുമെന്നറിഞ്ഞ് ഇവൾ സ്വപ്നം കാണുമ്പം ഇന്നാളിയൻ സ്കൂളിൽ പോലും വരുത്തില്ല. അതുകൊണ്ട് ഇവളും ഈ ലക്കൊക്കെ ചുമ്മാതാണെന്നറിഞ്ഞ് അവൾ അപ്സെറ്റ് ആകും. അതിനുശേഷം ക്ലാസ് സമയത്ത് വെച്ച് ഇവൾ അവന് മെസ്സേജ് അയക്കുമ്പോഴാണ് ടീച്ചറാണ് ഇവളുടെ ഫോണിൽ മെസ്സേജ് വരുന്ന സൗണ്ട് കേട്ട് പെട്ടെന്ന് അടുത്തേക്ക് വരും. അതോടെ അവൾ മൊത്തത്തിൽ ഇവിടെ പെട്ടുമായിരിക്കുമ്പം ടീച്ചറും ഇത് ക്ലാസ് കഴിഞ്ഞ് പിന്നീട് വാങ്ങിച്ചോന്നറിഞ്ഞ് അവരാ മെസ്സേജ് നോക്കാൻ വേണ്ടി പോകുമ്പം പെട്ടെന്ന് ഇവളാണെ തട്ടിപ്പറിച്ചിട്ട് മറ്റുള്ളവർ മെസ്സേജ് നോക്കാൻ നിങ്ങൾക്ക് പ്രൈവസിയെ കുറിച്ചൊന്നും അറിയത്തില്ലേ, എന്തൊരു ടീച്ചറാ നിങ്ങൾക്ക് എന്നതിന് ഇവള് കുറെ വഴക്കറിയും. പക്ഷെ അതൊക്കെ അവളുടെ വേറെ ചിന്ത മാത്രമേ ഉള്ളൂ. സത്യത്തിൽ അവളിപ്പോ കെഞ്ചിക്കൊണ്ട് ഇനി ഇങ്ങനെ മെസ്സേജ് ഇതിലെ ടീച്ചർ എന്ന് പറഞ്ഞ് അവരോട് സോറി പറയുമ്പം അവരിനി മര്യാദയ്ക്ക് പഠിക്കാൻ പറഞ്ഞിട്ട് അവർ പാട്
എടുക്കാൻ വേണ്ടി പോകും. അങ്ങനെ അതിന് ഇന്റർവെൽ സമയത്ത് ഇവളുടെ ഫ്രണ്ട്സാണ് സതീത് ഇന്ന് അവൾക്ക് ലക്ക് ഉണ്ടായതുകൊണ്ടാ ഇവളെ ടീച്ചർ വെറുതെ ഇട്ടെന്നറിഞ്ഞ് അവരൊക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പം ക്ലാസ് ലീഡർ അവിടേക്ക് വന്നിട്ട് എന്നാലും ടീച്ചറിന്റെ ഇന്ന് ഫോൺ തട്ടിപ്പറിച്ചത് അവന് ഒത്തിരി ഷോക്കായി പോയെന്നറിഞ്ഞ് ഇവന് ചിരിച്ച് പറഞ്ഞോണ്ടിരിക്കും. അപ്പോഴാണ് അടുത്തിരുന്ന് ബീറ്റ് ചെയ്യും, നീയൊക്കെ ഒരു ക്ലാസ് ലീഡറാണോടാ, ചുമ്മാ കൂർക്കം വെച്ച് ഉറങ്ങിക്കൊണ്ടിരുന്നു ഇനി ക്ലാസ്സിലൊക്കെ, മര്യാദയ്ക്ക് പോയാലും പഠിക്കാൻ നോക്കും എന്നിട്ട് അവൻ അവിടെ നിന്ന് ക്ലാസ്സിലേ പറഞ്ഞേക്കും. അതിനേശ് ഇവിടെ ഗംഗങ്ങും രാവിലെ തന്നെ ആർക്കാ മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞ് ഇവരെയൊക്കെ നോക്കാൻ പോകുമ്പം അവർക്ക് മനസ്സിലാവും ഇവള് മെസ്സേജ് അയക്കുന്ന യൂഹയ്ക്കാണെന്ന്. അങ്ങനെ അതുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ ചുമ്മാ അതല്ല ടീച്ചറിന്റെ ഫോൺ തട്ടിപ്പറിച്ച, ഇതൊക്കെ ലവിന്റെ ശക്തി അല്ലേ, അങ്ങനെയാണ് നിന്റെ ലക്ക് ഞങ്ങൾക്കും കൂടെ വേണം എന്നിട്ട് അവര് വീണ്ടും ഇവളുടെ ലക്ക് വാങ്ങിക്കാൻ വേണ്ടിയൊക്കെ നോക്കും. അതേസമയം ഇവിടെ ക്ലാസ് ടീച്ചറാണ് കണ്ണാടി നോക്കി ചിരിച്ചോണ്ടൊക്കെ എവിടെ കൊണ്ട് പോകുന്ന പോലെ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പം മാത്സ് സാറാണ് നിനക്കെന്താ വട്ടായോടാ, കുറെ സമയമായിട്ട് നീ കണ്ണാടി നോക്കി ചിരിച്ചോണ്ടിരിക്കുവാണല്ലേ എന്നിട്ട് സാറും ചോദിക്കുമ്പം ക്ലാസ് ടീച്ചറും അയാളുടെ ക്രഷിന്ന് ഫോൺ വിളിച്ച് പുറത്ത് കറങ്ങാൻ വിളിച്ചെന്ന് പറയും. ഇതേക്കുന്ന മാത്സ് സാറും ആര് നമ്മുടെ കൂടെ വെച്ചാ ഡിങ്ങോ, അവളോട് ഇപ്പോഴും നീ സംസാരിക്കാറുണ്ടോ, അത് ശരി എന്തിനാ അവള് വിളിച്ചേ എന്നിട്ട് സാറ് വയ്ക്കുമ്പോഴാണ് ക്ലാസ് ടീച്ചറും ഏതോ ഒരു ഇന്റേൺഷിപ്പിന് വേണ്ടി ഇങ്ങനെ സഹായം ചോദിച്ചാന്ന് പറയും. അങ്ങനെ വേറെ ആരോടും ചോദിക്കാതെ എന്നോട് മാത്രം ചോദിക്കുവാണ്, അവൾക്കും തിരിച്ചിങ്ങോട്ട് ഇഷ്ടമല്ലേ എന്ന് ഇവിടെ സാറും പറഞ്ഞു കൊടുക്കുമ്പം ഇതൊക്കെ ഇട്ട് മാത്സ് സാറും എന്തെങ്കിലും ആയിക്കോട്ടെന്ന് പറഞ്ഞ് അയാൾ ചിയർ ചെയ്തിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇന്റർ സമയത്ത് യൂഹ അന്വേഷിച്ച് ഷൗമ ക്ലാസ്സിലേക്ക് വരുമ്പം ഇവരാണ് അവന് പനിയാന്ന് പറയും. കൂടാതെ ഷൗമോ ലവിലൊക്കെ എക്സ്പേർട്ട് ആയതുകൊണ്ട് ഇവർക്കൊക്കെ കുറച്ച് ഐഡിയാസ് തരാൻ പറ്റുമെന്ന് ചോദിക്കുമ്പം അവനാണ് നല്ല പെർഫെക്റ്റ് ആളോടെ ഇവരൊക്കെ ചോദിച്ചെന്ന് അവൻ അഡ്വൈസ് തരാൻ റെഡി ആയിട്ടിരിക്കും. അങ്ങനെ അവന്റെ ക്ലാസ്സിലെ പിള്ളേരൊക്കെ ഇവന്റെ അടുത്ത് ലവ് ലെറ്റർ ഒക്കെ എഴുതാൻ പറയുന്നതെന്ന് പറയുമ്പം പെട്ടെന്ന് ബീറ്റിയാണ് എങ്കിൽ പിന്നെ അവൾക്കൊരാളെ ഇഷ്ടമാണെങ്കിൽ അവൾ ഇതേപോലെ ലവ് ലെറ്റർ ഒക്കെ എഴുതണമെന്ന് ചോദിക്കും. അപ്പോഴാണ് ഇത് കേട്ട അവനും അങ്ങനെ പ്രത്യേകിച്ച് എഴുതണമെന്നൊന്നുമില്ല, കാരണം ഇതൊക്കെ ബോയ്സ് എഴുതുന്ന കാര്യങ്ങളാ, നിങ്ങൾ ഗേൾസ് ഇങ്ങനെ ലവ് ലെറ്റർ എഴുതുന്നതൊന്നും വലിയ റൊമാൻറ്റിക് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നിട്ട് ഇവനും പറയുമ്പോൾ തന്നെ അവര് മൂന്നുപേരും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കേട്ടോണ്ടിരിക്കും. അതോടെ അവനും ഇവർക്കൊരു ക്ലാസ് തന്നെ എടുക്കണം എന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി ഓരോ ഡീറ്റെയിൽസ് ആയിട്ട് ഇവർക്ക് വിശദീകരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഇവർക്കൊരാൾ ഇഷ്ടമാണെങ്കിൽ എപ്പോഴത്തും പോലെ നോർമലായിട്ടൊന്നും സംസാരിക്കാതെ കുറച്ച് ക്യൂട്ടായിട്ടൊക്കെ ആക്ട് ചെയ്യാൻ വേണ്ടി പറയും. ഒരു കുപ്പിയുടെ അടപ്പ് തുറക്കാൻ പറ്റിയാലും ഒന്നും അറിയാത്ത പോലെ അവന്മാരായി കൊടുത്തിട്ട് അവരെ കുറിച്ച് പൊക്കി പറഞ്ഞാൽ മതി എന്ന് പറയുമ്പം ഇത് കേട്ട് ഇവളുമാരൊക്കെ ഇവിടെ നിന്ന് നാണിച്ച് ചിരിച്ചോണ്ടിരിക്കും. അങ്ങനെ ബീറ്റി സാറിന്റെ കൂടെ ക്യൂട്ടായിട്ടൊക്കെ സംസാരിക്കുന്ന ഒരു സ്വപ്നം കണ്ടിട്ട് അവൾക്കത് മൊത്തത്തിൽ നാണക്കേടാകും. അതേപോലെ തന്നെ സംഗ്ഡാനും ഹങ്ഷുവിന്റെ കൂടെ അങ്ങനെ ക്യൂട്ടായിട്ട് സംസാരിക്കുന്ന പോലെ ആലോചിച്ച് നോക്കുമ്പോഴാണ് അവൾക്ക് ഇതൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവളിവിടെ ടെൻഷനായിരിക്കും. അതിനേശം ഇവിടെ ഷൗമയും ഇവർക്ക് ഓരോ ക്ലാസ് ആയിട്ട് ഇങ്ങനെ എടുത്തോണ്ടിരിക്കുമ്പം അവിടേക്കൊന്ന് ലൂഷ്യൻഹിയാണ് PT പീരീഡ് നീ കളിക്കാൻ വരാതെ ഇവിടെ എന്തോടെ കുത്തിരിക്കുന്നെന്ന് പറഞ്ഞ് അവനെ വിളിച്ചിട്ട് അങ്ങ് പോകും. അപ്പോഴാണ് ഷൗമയും ഇത് PT പീരീഡ് ആണെന്ന് പറഞ്ഞ് അവന് നോക്കിക്കൊണ്ടിരിക്കുമ്പം വേറൊരു പെങ്കൊച്ച് ഇവനെ നോക്കി ചിരിക്കുന്നുണ്ട്. അവൻ അവളുടെ പുറകെ തന്നെ ഇങ്ങനെ കൈ കാണിച്ചു പോകും. അങ്ങനെ അതിനേശം വീണ്ടും ക്ലാസ് സമയത്ത് വെച്ച് ഗംഗങ്ങാണ് യൂഹയ്ക്ക് മെസ്സേജ് അയച്ച് അവന്റെ പനി മാറിയെങ്കിൽ അവൻ ഇന്ന് ക്ലാസ്സിന് വരുമെന്ന് ചോദിക്കും. അപ്പോഴാണ് ഈ മെസ്സേജ് കണ്ടിട്ട് അവനിപ്പോ കുറവാന്ന് പറഞ്ഞ് അവനെങ്കിൽ പിന്നെ വരട്ടേന്ന് ചോദിക്കുമ്പം ഇവള് വന്നാലും കൊള്ളാന്ന് പറഞ്ഞ് അവൻ്റെ കൂടെ ചാറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്കൊന്ന് യൂഹയുടെ അമ്മയാണ് ഇവന്റെ പനി കുറയാൻ വേണ്ടി മരുന്ന് കൊടുക്കുമ്പം അവന് പനി കുറവുണ്ടെന്ന് പറഞ്ഞ് അവൻ സ്കൂളിൽ പോയിക്കോട്ടെ ചോദിക്കും. ഇത് കേട്ട് അവന്റെ അമ്മയും ഓരോ ദിവസം അവധി എടുത്തെന്ന് പറഞ്ഞ് ഒരു കുഴപ്പമില്ലെന്ന് ഇവനെ ഇന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറയും. അതേസമയം ഇവിടെ PT പീരീഡിൽ ലൂഷ്യൻഹിയാണ് മറ്റേ ഷൗമ വേറൊരുത്തിന് പൊട്ടാസ്യം പെർമാഗ്നറ്റ് കൊടുത്തിട്ട് കെമിസ്ട്രി യൂസ് ചെയ്ത് അവൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ലവും ഭയങ്കര കെമിസ്ട്രി ആയിരിക്കും എന്ന് പറയുമ്പം അടുത്തിരുന്ന് ലൂഷ്യൻഹിയാണ് അങ്ങനെ കെമിസ്ട്രി ഒക്കെ വർക്ക് ആവാന്ന് പറഞ്ഞ് അവന് ഡൗട്ട് വയ്ക്കും. എങ്കിൽ പിന്നെ വലിയ പൊട്ടിത്തെറിയിൽ ഉണ്ടാക്കിയ അത്രയ്ക്ക് ലവിന് എഫക്റ്റ് വരത്തില്ലേ എന്ന് അവനും ചോദിക്കുമ്പോൾ ഷൗമയും അങ്ങനെയാണ് വെള്ളത്തിനകത്ത് സോഡിയം എടുത്ത് അങ്ങ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞ് സംഭവം അത് പൊട്ടിത്തെറിക്കെന്ന് പറയും. ഇതേസമയം ഇന്ന് യൂഹെ ക്ലാസ്സിൽ വരുന്നില്ലെന്ന് അറിഞ്ഞിട്ട് ഗംഗങ് അപ്സെറ്റ് ആയിട്ട് ഇവൻ ഇനി നോട്ട്സ് ഒന്നും എഴുതി വെക്കുന്നില്ലെന്ന് പറയുമ്പം അവനാണ് അങ്ങനെ ചെയ്യില്ലെന്ന് പറഞ്ഞ് അവൻ തിരിച്ചു വരുമ്പോൾ ഇവൾക്ക് നന്ദിയൊക്കെ കാണിക്കാന്ന് ഇവളെ നോട്ട്സ് ഒക്കെ എടുത്തു വെക്കാൻ വേണ്ടി പറയും. എന്നിട്ട് ഇവിടെ ലൂഷ്യൻഹിയും ഷൗമ പറഞ്ഞു കേട്ട് അവൻ ഗംഗങ്ങിനെ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി കെമിസ്ട്രി ലാബിൽ ചെന്ന് കുറച്ച് സോഡിയം ഒക്കെ ഇട്ട് അവൻ ടെസ്റ്റ് ചെയ്ത് നോക്കും. അപ്പോഴാണ് അവിടെ നല്ലോണം പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേട്ട് ഇവൻ അതെടുത്തോണ്ട് അപ്പം തന്നെ അവിടെ സ്ഥലം വിടും. ഇതേ സമയം തന്നെ ഇവിടെ സംഗ്ഡാനും ഹങ്ഷു അവിടെ പോവാന്നറിഞ്ഞിട്ട് അവന്റെ പുറകെ തന്നെ ചെല്ലുമ്പം അവനാണ് ലൈബ്രറി വെച്ച് ഇവളെ കണ്ടിട്ട് ഇവളിവിടെ എന്ത് ചെയ്യാൻ ചോദിക്കും. അപ്പോഴാണ് അവളും ഒരു ബുക്ക് എടുക്കാൻ വേണ്ടി വന്നയാന്ന് ഇവനോട് ചുമ്മാ കള്ളം പറയുമ്പം അവന് ബുക്കൊക്കെ ഇവള് വായിക്കാറുണ്ടെന്ന് പറഞ്ഞ് അവനത് വിശ്വസിച്ച് ഇവളുടെ കൂടെ ഒരുമിച്ച് ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അവളാണ് പഠിക്കാനൊന്നുമല്ല വന്ന് ഇവന്റെ കൂടെ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വന്നയാ, കാരണം ഇവൾക്ക് ഇവനെ പണ്ട് തൊട്ടേ ഒത്തിരി ഇഷ്ടമാണ്. അതിനെ ഉച്ച സമയത്ത് ഇവരൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവരൊക്കെ അവരുടെ ക്രഷിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഗംഗങ് സന്തോഷത്തി യൂഹയായിട്ട് ചാറ്റ് ചെയ്യുന്നുണ്ട്. അവരൊക്കെയാണ് നമ്മുടെ കൂട്ടത്തിൽ ഇവളുടെ ലവ് സെറ്റാകാൻ കൂടുതൽ ചാൻസ് എന്ന് പറഞ്ഞ് അവരൊക്കെ കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കും. അതിനേശം ഇവിടെ യൂഹയും ഗംഗങ്ങുമായിട്ട് ചാറ്റ് ചെയ്യുമ്പോഴാണ് അവൾ എല്ലാ ക്ലാസ്സിൽ നോട്ട്സ് ഒക്കെ ശേഖരിച്ച് വെച്ചതിന് ഇവന് തിരിച്ച് എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോഴാണ് ഇവളുടെ മെസ്സേജ് കണ്ടിട്ട് അവനും ഇവൾക്കൊരു സർപ്രൈസ് ആയിട്ട് അവൻ ഇപ്പം തന്നെ സ്കൂളിലേക്ക് വരാൻ പോകാന്ന് പറഞ്ഞ് അവൻ നേരെ ക്ലാസ്സിലേക്ക് അങ്ങ് വരും. അപ്പോഴാണ് ഇവനെ കണ്ട് അവൾ ഷോക്കായി ഇവൻ ഇവിടെ പനിയായിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞ് അവളൊരു ഷൈ
വയ്യായിട്ടൊക്കെ ഇരിക്കുമ്പം അവനാണ് ഗിഫ്റ്റ് ചോദിച്ച് ഇവളല്ലേ എന്ന് പറഞ്ഞ് ഇവൾക്കൊരു ഗിഫ്റ്റ് ആയിട്ട് വന്നേക്കുവന്ന് ഒരു പേപ്പർ എടുത്ത് ഇവളുടെ കൊടുക്കും. അപ്പോഴാണ് അത് നോക്കിയിട്ട് അവളും ഇതിനകത്ത് എന്തോ കുറെ നമ്പറുകളെന്ന് പറഞ്ഞ് ഇനി ഇവള് സോൾവ് ചെയ്യണം ചോദിക്കുമ്പം അവനും ഈ സുഡോക്കോ ഗെയിം സോൾവ് ചെയ്യുവാണ് ഇവൾക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് കിട്ടുന്ന പറയും. പക്ഷെ അവളാണ് ആ ചെയ്തൊക്കെ അറിയാതെ ഇവൻ ചുമ്മാ ഇവളെ ദേഷ്യപ്പെടുത്താൻ നോക്കുവാന്നറിഞ്ഞ് അവരുടെ തമാശക്ക് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുമ്പം അവിടേക്ക് വന്ന് ലൂഷ്യൻ ഹി ആണ് ഇത് കണ്ടിങ്ങനെ അപ്സെറ്റ് ആയിട്ടിരിക്കും. കാരണം അവൻ സോഡിയമായിട്ട് ഇപ്പൊ ഇവന്റെ ഇഷ്ടം പറയാൻ വേണ്ടി വന്നയാ. അപ്പോഴാണ് അടുത്തേക്ക് വേറൊരു കൊച്ചും വന്നിട്ട് കുറച്ച് സമയം മുമ്പ് നീയല്ലേ ഗംഗങ്ങനെ അന്വേഷിച്ച് വന്നേന്ന് പറഞ്ഞ് അവളിപ്പോ വിളിക്കട്ടെ എന്ന് ചോദിക്കുമ്പം ഇവനാണ് അതിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവും. ഇതേ സമയം ഗംഗൻ ക്ലാസ് ഇരുന്നോണ്ട് ഇവന്റെ ഗിഫ്റ്റ് എന്തോന്ന് അറിയാൻ വേണ്ടി അവൾ ആ സുഡോക്കോ പസിൽ സോൾവ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ അവൾക്കാണെ ചെയ്യാൻ പോലും അറിയത്തില്ല. അതിനുശേഷം ക്ലാസ് കഴിഞ്ഞ് എല്ലാരും വീട്ടിലേക്ക് പോകുമ്പം ലൂഷ്യൻ ഹി ആണ് അവൻ സോഡിയായിട്ട് പുറത്ത് അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കാണുന്ന എല്ലാരും കൂടെ ഇവൻ അവിടെ നിന്നോണ്ട് എന്തോ ചെയ്യുന്നതെന്ന് പറഞ്ഞ് എല്ലാരും അവനെ നോക്കുമ്പം അവൻ അവിടെ നിന്ന് അനൗൺസ് ചെയ്യും സയൻസും ആർട്സും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, രണ്ടും ഒരേപോലെ തന്നെയാന്ന് പറയും. അങ്ങനെ സയൻസിനെ കുറിച്ച് അവൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്, അതുകൊണ്ട് ആർട്സിനെ കുറിച്ച് ഇവളിപ്പോ മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് അവൻ ഈ സയൻസും ആർട്സും കൂടെ മിക്സ് ചെയ്ത എന്തോ സംഭവിക്കും പറഞ്ഞ് ആ കെമിക്കൽ എടുത്ത് അവൻ അവിടുത്തെ വെള്ളത്തിനകത്ത് ഒഴിക്കും. അതോടെ അവിടെ ഫുള്ളും പൊട്ടിത്തെറിക്കുമ്പം ഇത് കണ്ട് എല്ലാരും കൂടെ ഷോക്കായി അപ്പൊ തന്നെ അവിടെ നിന്ന് സ്ഥലം വിടാൻ നോക്കും. ഇത് കണ്ട് ലൂഷ്യൻ ഹേയും ഈ സാധനം ഇത്രയും വലുതായിട്ട് പൊട്ടിത്തെറിക്കുമെന്ന് പറഞ്ഞ് അവൻ അവിടെ മൊത്തം ഞെട്ടിപ്പോകും. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം.